അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വങ്ങളാണ് കഴിഞ്ഞ 2 ക്ലിപ്പുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഇത് 3ാമത്തെ ഭാഗമാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അതിന് വലിയ പ്രതിഫലം ഉണ്ട്. അതുകൊണ്ട് തന്നെ നാം അതൊക്കെ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ പുണ്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇതുപോലെ മഹത്വമുള്ള വളരെയധികം സൂറത്തുകളും ആയത്തുകളുമുണ്ട് ഈ ചാനലിൽ. അവയെല്ലാം ക്രമമനുസരിച്ച് പിന്നീട് വിവരിക്കുന്നതാണ്. ഇഖ്ലാസ് സൂറത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന സ്ഥലത്ത് കിതാബിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി, ആകാശത്തേക്ക് മിഅ്റാജിന്റെ രാത്രി ഞാൻ പോയ സമയം, റഅയ്തുൽ അർശിനെ ഞാൻ കണ്ടു, അലാ 360 റുക്നിൻ, അർശിന് 360,000 തൂണുകൾ അർശിന് ഉണ്ടായിരുന്നു എന്നാണ്. 360,000 റുക്നിൻ. മിനർ റുക്നി ഇല റുക്നി, ഒരു തൂണിൽ നിന്ന് അടുത്ത തൂണ് വരെയുള്ള ദൂരം, മസീറത്തു 300,000 വർഷത്തെ ദൂരമാണ്. കുല്ലി റുക്നിൻ, ഓരോ തൂണിന്റെയും താഴ്ഭാഗത്തുണ്ട് 12,000 ഷഹ്റാ, ഒഴിഞ്ഞ 12,000 ഭൂമികൾ, സ്ഥലങ്ങൾ. കുല്ലു ഷഹ്റാഇൻ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, ഓരോ ഭൂമിയും മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള വലുപ്പമുള്ള ഭൂമി. ഈ ഓരോ ഭൂമിയിലും 80,000 മലക്കുകളുണ്ട്. അവര് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ്. അവരുടെ പാരായണം ചെയ്തു തീരുന്ന സമയത്ത് അവർ പറയുന്നു, ഖദ് വഹബ്നാ സവാബ ഹാദിഹിൽ ഖിറാഅ, ഞങ്ങൾ ഈ പാരായണം ചെയ്തതിന്റെ പ്രതിഫലം ഞങ്ങൾ അതിയ ചെയ്യുന്നു, ലിമൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് മിനർ റിജാലി വന്നിസാ, പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ആരൊക്കെ ഇഖ്ലാസ് സൂറത്ത് ഓതുന്നുവോ അവരിലേക്ക്. അപ്പോൾ വലിയതായ മഹത്വമാണ്. പ്രവാചകർ പറയുന്നു, ഫതഅജ്ജബു മിൻ ദാലിക, സഹാബാക്കൾ ഇത് കേട്ട് അത്ഭുതപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതഅജ്ജബൂന യാ സഹാബി, സഹാബിമാരെ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ഖാലു നഅം, അവർ പറഞ്ഞു അതെ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്നെ നിയന്ത്രിക്കുന്ന റബ്ബിനെ തന്നെ സത്യം, ഇന്ന ഖുൽ ഹുവല്ലാഹു അഹദ് മക്തൂബുൻ അലാ ജനാഹി ജിബ്രീൽ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ എഴുതിയിട്ടുണ്ട്. അല്ലാഹു സമദ് എന്ന് മീകായിൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ എഴുതിയിട്ടുണ്ട്. ലം യലിദ് വലം യൂലദ് എന്ന് ഇസ്രായീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ എഴുതിയിട്ടുണ്ട്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് മക്തൂബുൻ അലാ ജനാഹി ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ ഖറഅ മിൻ ഉമ്മത്തി സൂറത്തുൽ ഇഖ്ലാസ്, എന്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ, അഅതാഹുല്ലാഹു സവാബ മൻ ഖറഅ തൗറാത്ത വൽ ഇൻജീല വസ്സബൂറ വൽ ഖുർആൻ, ആരെങ്കിലും ഇഖ്ലാസ് സൂറത്ത് ഓതുന്നുവെങ്കിൽ അവന് തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഖുർആൻ എന്നിവ പാരായണം ചെയ്തവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കും. സുമ്മഖാല, പിന്നീട് പ്രവാചകർ ചോദിക്കുകയാണ്, അതഅജ്ജബൂന, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ഖാലൂ നഅം, അവർ പറഞ്ഞു അതെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എന്നെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്ന ഖുൽ ഹുവല്ലാഹു അഹദ്,
ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മക്തൂബുൻ അലാ ജബഅത്തി അബീ ബക്കറിൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു സമദ് എന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ലം യലിദ് വലം യൂലദ് എന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിലും എഴുതപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ ഇവരുടെ എല്ലാവരും ചെയ്ത അത്രയും പ്രതിഫലം അവനിക്ക് അല്ലാഹു നൽകും. ഒരു പുരുഷൻ കിതാബുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ വന്നുകൊണ്ടൊരു ഒരു പുരുഷൻ പരാതി പറയുകയാണ്, മിനൽ ഫഖരി, ദാരിദ്ര്യമാണ്, വലിയ ദാരിദ്ര്യത്തിൽപ്പെട്ട് പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്, ഇദാ ദഖൽത മൻസിലക, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫഖറ സൂറത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് സൂറത്തിനെ ഓതുക. വഫഅല ദാലിക, അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മേലിൽ ഭക്ഷണത്തിൽ വിശാലത നൽകി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വേറൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് ഫീ മർദിഹി അല്ലദീ യമൂതു ഫീഹി, ഒരാൾ അവന്റെ മരണരോഗത്തിൽ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ ലാ യഖ്തൻ ഫീ ഖബ്രി, അവന്റെ ഖബറിൽ അവനിക്ക് ഫിത്ന ഉണ്ടാവുകയില്ല, പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. വാമിന മിൻ ലീഖിൽ ഖബ്രി, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. വഅമലഹുൽ മലായികതു ബി അജ്നിഹതിഹിം ഹത്താ യജൂസു ബിഹി മിനസ് സിറാത്തി ഇലൽ ജന്ന, സിറാത്ത് എന്ന പാലം മലക്കുകൾ അവരുടെ ചിറകിലായ അദ്ദേഹത്തിനെ ആ പാലം കടത്തി സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇതേ പ്രകാരം ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി ഷൈഇൻ നൂറ, എല്ലാ വസ്തുവിനും ഒരു പ്രകാശം ഉണ്ട്. വനൂറുൽ ഖുർആനി, ഖുർആനിന്റെ പ്രകാശം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. മാനപ്പെട്ട ഇമാം ബൈഹഖി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അലാ തആറത്തിൻ മിഅത മറ, വുളൂഓടുകൂടെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 100 പ്രാവശ്യം ഒരാൾ ഓതിയാൽ, ഫാത്തിഹത്തുൽ കിതാബ് കൊണ്ട് തുടങ്ങിയതായ നിലയിൽ ആദ്യം ഫാത്തിഹയും പിന്നീട് ഖുൽ ഹുവല്ലാഹു അഹദ്, കതബല്ലാഹു ലഹു ബികുല്ലി ഹർഫിൻ, ഓരോ ഹർഫിനും അല്ലാഹു അവനിക്ക് നൽകും 10 ഹസനത്തിൻ, 10 ഹസനത്ത്, വമഹാനു 10 സയ്യിഅത്തിൻ, 10 ദോഷങ്ങൾ അവനെ തൊട്ട് മായ്ച്ചു കളയും. വറഫഅ ലഹു 10 ദറജാത്തിൻ, 10 ദറജകൾ അവനിക്ക് ഉയർത്തും. വബനാ ലഹു 100 ഖസ്റിൻ ഫിൽ ജന്ന, 100 ഖസ്റുകൾ, മാളികകൾ അവനിക്ക് സ്വർഗത്തിൽ അല്ലാഹു നിർമ്മിച്ചു കൊടുക്കും എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ ഇത് കാണാം. ഇങ്ങനെ വലിയ മഹത്വമാണ് ഇഖ്ലാസ് സൂറത്തിനെ സംബന്ധിച്ച് തഫ്സീറിന്റെയും അതുപോലെ മറ്റ് കിതാബുകളിലെല്ലാം തന്നെ വിവരിച്ചിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ടാകും. അമൽ ചെയ്യാൻ വലിയ ബുഖാരി മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ഹദീസ് തന്നെ വേണമെന്നില്ല. അതുകൊണ്ട് ഇഖ്ലാസ് സൂറത്ത് പതിവാക്കുന്നവരായി നാം മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യണമെന്നും ലൈക്ക് നൽകണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമായിട്ടുള്ള എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷവും ആഹത്തും നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കളടക്കം പലരും ഖബറുകളിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.